നിലവിൽ എന്തായാലും ഇപ്പോൾ 14 കണ്ണൂരിൽ LDF-ന് എതിരില്ലാത്തത്. അത് ആന്തൂർ നഗരസഭയിൽ 5 LDF-ന് എതിരില്ല, കണ്ണപുരം പഞ്ചായത്തിൽ 6 എതിരില്ല, ഒപ്പം തന്നെ മലപ്പട്ടത്ത് 3 എതിരില്ല. നേരത്തെ ഈ പത്രിക നൽകുന്ന സമയം ഒപ്പം തന്നെ സൂക്ഷ്മ പരിശോധനയുടെ ദിവസവും ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും 9 LDF-ന് എതിരാളികൾ ഇല്ലായിരുന്നത്. ഇന്നിപ്പോൾ അത് 5 കൂടി കൂടിയിരിക്കുന്നു. അതായത് ആന്തൂർ നഗരസഭയിൽ 3 കൂടി LDF-ന് എതിരില്ല എന്ന സ്ഥിതി ഉണ്ടായിരിക്കുന്നു. അതിൽ 2 UDF സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയത്. തളിയിലും ഒപ്പം തന്നെ കോടല്ലൂർ വാർഡുകളിലായിരുന്നു UDF സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയത്. അവിടെ UDF സ്ഥാനാർത്ഥികളുടെ പത്രികയിൽ പിന്തുണച്ചവർ തങ്ങളല്ല പത്രികയിൽ ഒപ്പിട്ടത് എന്ന് വന്ന് വരണാധികാരിക്ക് മുന്നിൽ അറിയിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ആ പത്രികകൾ രണ്ടും തള്ളി. ഒപ്പം തന്നെ ഈ ആന്തൂരിലെ ഒരു പത്രിക അത് UDF സ്ഥാനാർത്ഥി പിൻവലിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ 5-ാം പീടികയിലെ UDF സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ചു. ലിവ്യ എന്നാണ് പേര്. അപ്പോൾ അങ്ങനെ ആന്തൂരിൽ 3 ഒപ്പം തന്നെ പിന്നീട് കണ്ണപുരം പഞ്ചായത്തിലെ 2 കൂടി എതിർ സ്ഥാനാർത്ഥികളുടെ പത്രിക. അതിൽ 1-ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിയാണ് മത്സരരംഗത്തുണ്ടായിരുന്നത്, 8-ാം വാർഡിൽ BJP സ്ഥാനാർത്ഥിയും. അപ്പോൾ ഇവർ രണ്ടുപേരുടെയും പത്രിക ഒപ്പ് കൃത്യമല്ല എന്ന് കാണിച്ചുകൊണ്ട് അത് തള്ളി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആകെ ഇന്ന് 5 കൂടി പത്രികകൾ പിൻവലിക്കുകയും തള്ളുകയും ഒക്കെ ചെയ്തതോടുകൂടി LDF-ന് എതിരില്ലാതെ വന്നിരിക്കുന്നു. അങ്ങനെ 14 ആകെ മത്സര ചിത്രം തെളിയുമ്പോൾ ഈ പത്രികകൾ ഇല്ലാത്തതിനാൽ, എതിർ സ്ഥാനാർത്ഥികൾ ഇല്ലാത്തതിനാൽ LDF-ന് ഒരു അനായാസ ജയം സാധ്യമാകുന്നത്. നേരത്തെ 18 ഈ ആദ്യഘട്ടത്തിൽ എതിരില്ലാതെ LDF തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. ഇപ്പോൾ അത് 14 എന്ന രീതിയിലേക്ക് മാറുകയാണ്. കഴിഞ്ഞ വർഷം 18 ഇത്തവണ അത് 14 എന്തായാലും ഈ ആന്തൂർ നഗരസഭയിലൊക്കെ 5 എതിരില്ലാതെ LDF സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുക്കപ്പെടുന്നത്. UDF-ന്റെ ആരോപണം വീടുകളിലെത്തി സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തുന്നു, പത്രികയിൽ പിന്തുണ അർപ്പിച്ചവരെ ഭീഷണിപ്പെടുത്തുന്നു, പിന്താങ്ങുന്നവരെ ഭീഷണിപ്പെടുത്തുന്നു, അവരെ പലതരത്തിലും പേടിപ്പിച്ചിട്ടാണ് ഇത് പിൻവലിപ്പിക്കുന്നത് എന്ന് UDF പറയുന്നു. എന്നാൽ LDF തിരിച്ചടിക്കുന്നത് പല സ്ഥലങ്ങളിലും UDF-ന് സ്ഥാനാർത്ഥികളെ പോലും നിർത്താൻ കഴിയുന്നില്ല. സ്ഥാനാർത്ഥികളുടെ ഒപ്പൊക്കെ വ്യാജമായി വാങ്ങിക്കൊണ്ടാണ് പത്രിക സമർപ്പിക്കുന്നത് എന്ന് പറയുന്നു.